പിന്നാലെ ഓടാൻ തുനിഞ്ഞ ആദിയെ സാവിത്രി തടഞ്ഞു. ചെറിയമ്മക്ക് ഒട്ടും വയ്യ ആദി, അച്ഛൻ ചെന്ന് സംസാരിക്കട്ടെ. നമുക്ക് ചെറിയമ്മയ്ക്ക് കൊടുക്കാൻ സ്പെഷ്യൽ ഉണ്ടാക്കാം. അച്ഛമ്മയെ സഹായിക്കണം ആദി. അവൻ ഉത്സാഹത്തോടെ തലയാട്ടി. എന്താ അച്ഛമ്മ നമ്മൾ ഉണ്ടാക്കുന്നത്? ശൈലിക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം. ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ തോല് പൊളിച്ച് സഹായിക്കണം. ചെയ്യാച്ചമ്മ. പിന്നെ ചെറിയമ്മക്ക് വാവ വയറ്റിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യക്കുട്ടനും ശ്രദ്ധിക്കണം. ചെറിയമ്മയെ അധികം ബുദ്ധിമുട്ടാക്കരുത്. നിന്റെ പുറകെ ഓടാനൊക്കെ കുറച്ച് സമയം ചെറിയമ്മ വരില്ല. അപ്പം മക്കളെ പിണക്കൊന്നും കാണിക്കരുത്. വാവയെ ആദ്യക്കുട്ടന് തരാൻ വേണ്ടിയല്ലേ. പിന്നെ ആദ്യക്കുട്ടൻ വലിയ ഏട്ടനാകില്ലേ. ആദിക്ക് വലിയ സന്തോഷം തോന്നി. ക്ലാസ്സിൽ മിക്കവാറും പേർക്കും അനിയനോ അനിയത്തിയോ ഉണ്ട്. അവർക്ക് വീട്ടിൽ ചെന്നാലും കളിക്കാൻ ആളുകളുണ്ട്. അക്കാര്യമൊക്കെ പറയുമ്പോൾ മനസ്സ് വേദനിക്കും. ഇനിയിപ്പോൾ തനിക്കും ഒരു കൂട്ടായല്ലോ. അനിയൻ കുട്ടൻ വരുമ്പോൾ ഞാൻ എൻ്റെ ടോയ്സൊക്കെ അവന് കൊടുക്കും. ആദി സാവിത്രിയോട് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വാവ പെണ്ണാണെങ്കിലോ. പെണ്ണാണെങ്കിലും എന്നോട് കളിക്കാൻ കൂടുമോ? അവന് നിരാശ തോന്നി. ഉറപ്പായും കൂടും. അനിയത്തിക്കുട്ടിയെ സംരക്ഷിച്ചു കൊണ്ട് നടക്കേണ്ടത് ആരാ? ഈ വല്യേട്ടനല്ലേ. അച്ഛൻ എപ്പോഴും നോക്കാൻ പറ്റുമോ? അപ്പോൾ ആദിക്കുട്ടൻ വേണം അനിയത്തിയെ നോക്കാം. ആണോ? അവന് വലിയ ആളായതുപോലെ തോന്നി. എങ്കിലും അനിയൻകുട്ടനാകണേ വാവ എന്നവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ബാലൻ വിറയ്ക്കുന്ന ചുവടുകളോടെ റൂമിനകത്തേക്ക് കയറി. ബെഡിൽ കിടക്കുകയായിരുന്നു ശൈലജ. വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അവൾ നോക്കി. ബാലനെ കണ്ടതും അവൾ എഴുന്നേറ്റിരുന്നു. കണ്ണീർ പടർന്ന കവിൾത്തടം കാണുകെ ബാലൻ്റെ മനസ്സ് നീറി പിടഞ്ഞു. അന്നത്തെ സംഭവമൊക്കെ മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്തതായിരുന്നു. ശൈലജ. ബാലൻ വിളിച്ചുകൊണ്ട് കസേരയിലിരുന്നു. നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട ബാലേട്ട. നമുക്കിത് നശിപ്പിച്ചു കളയാം. തീക്കൊള്ളി കൊണ്ട് കുത്തിയതുപോലെ അവൻ പിടഞ്ഞുപോയി. ശൈലജ. എന്തൊക്കെയാണ് നീ പറയുന്നത്? പിന്നെ നമ്മൾ ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞാണോ ഇത്? മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരും? നമുക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമോ? ആദിയുടെ ഭാവി എന്താകും? നമുക്കിത് വേണ്ട ബാലേട്ട. മറ്റുള്ളവരോട് എന്തെങ്കിലും കള്ളം പറയാം. നമുക്കിതിനെ നശിപ്പിച്ച് കളയാം. ശൈലജ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. സ്വബോധത്തിൽ വാ ശൈലജ. എന്തൊക്കെ നീ പറയുന്നത്? അതൊരു ജീവനല്ലേ. അതെന്ത് പിഴച്ചു? മുഖം മറച്ച കൈകൾക്കുള്ളിൽ നിന്ന് അവൾ പുഞ്ചിരിച്ചു. ഒരു വേള അവൻ ഇത് വേണ്ടെന്ന് വയ്ക്കുമോ എന്ന് സംശയിച്ചിരുന്നു അവൾ. എങ്കിൽ വേറെന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കേണ്ടി വരും. ഭാഗ്യം അത് വേണ്ടി വന്നില്ല. പിന്നെന്താ പാലേട്ട പറയുന്നത്? കുഞ്ഞിനെ വളർത്തണമെന്നാണോ? ശൈലജ കൈകൾ മാറ്റി അവിശ്വസനീയതയോടെ ചോദിച്ചു. ബാലൻ തലയാട്ടി. നമ്മൾ ചെയ്ത തെറ്റിന് അല്ല, ഞാൻ ചെയ്ത തെറ്റിന് കുഞ്ഞെന്ത് പിഴച്ചു? ഒരു ജീവൻ്റെ വില എനിക്കറിയാം. എൻ്റെ ലക്ഷ്മിക്ക് ഓരോ തവണ അസുഖം വരുമ്പോഴും എൻ്റെ ജീവിതം എടുത്തോളം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ ഒരു പിഞ്ചു ജീവനെ ഇല്ലാതാക്കും? എനിക്ക് കഴിയില്ല. ഞാനതിന് സമ്മതിക്കുകയുമില്ല. എനിക്ക് പറ്റില്ല ബാലേട്ട. ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നത് തന്നെ ആദ്യം ഓർത്താണ്. അവന് ജീവിതം മുഴുവൻ അമ്മ ആയിരിക്കണം എന്നോർത്താണ്. എനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്കൊരു കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. പോകെ പോകെ ആദിക്കും മനസ്സിലാകും കാര്യങ്ങൾ. അവൻ എന്നെ വെറുക്കും. എനിക്ക് എൻ്റെ ആദ്യം മതി. ശൈലജ പൊട്ടിക്കരഞ്ഞു. ഇല്ല ശൈലജ, നീ വിചാരിക്കും പോലെയൊന്നും വരില്ല. ഞാനുണ്ടല്ലോ. കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആദ്യമായിരിക്കും. ഇപ്പോൾ തന്നെ അവൻ്റെ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് വരിക്കുന്നത്. നീയും കണ്ടില്ല അവൻ്റെ സന്തോഷം. ബാലൻ ശൈലജയെ തന്നാലാകും വിധം സമാധാനിപ്പിച്ചു. നീ എനിക്ക് വാക്ക് തരണം ശൈലജ. ആദ്യയെ കൊണ്ട് സത്യം ചെയ്യണം. കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുകയില്ലെന്ന്. ആദ്യമൊക്കെ സമ്മതിക്കാതെ ഇരുന്ന ശൈലജ ഒടുവിൽ അവന് വാക്കു കൊടുത്തു. സുലുവിനോടും ശശിയോടും പപ്പൻ ശൈലജ ഗർഭിണിയാണെന്ന് പറഞ്ഞു. സുലു ശീലയെയും അറിയിച്ചു. ശൈലജ മദ്യത്തിൽ എന്തോ നൽകി ബാലനും അവളും എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ചു ഒന്നായ കഥ എല്ലാവരും വിശ്വസിച്ചു. ഷീലയും അതേസമയം തന്നെ ഗർഭിണിയായി. കുറച്ചുനാൾ കഴിഞ്ഞതും സുലു ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് എല്ലാവരും ഒത്തുകൂടി. രേണുക എന്ന് പേര് വിളിച്ചു പപ്പൻ. ബാലനും കുഞ്ഞിന് ഗിഫ്റ്റ് വാങ്ങി നൽകി. ശൈലജയുടെ ചെറുതായി വീർത്തു തുടങ്ങിയ വയർ കണ്ടതും പപ്പൻ്റെ മനസ്സിൽ കുളിരു കോരി. അവളെ ഒന്ന് തലോടാൻ അവൻ്റെ മനസ്സ് തുടിച്ചെങ്കിലും സാഹചര്യം മോശമായതുകൊണ്ട് അതടക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം ശ്രീധരനെ അപ്പോഴാണ് എല്ലാവരും കാണുന്നത്. അവൻ്റെ കോലം കണ്ടതും എല്ലാവരും ഞെട്ടി. താടിയൊക്കെ വളർത്തി മെലിഞ്ഞ് എല്ലും തോലുമായിരുന്നു ശ്രീധരൻ്റെ രൂപം. ആകെ ഉണ്ടായിരുന്ന അമ്മയും ശ്രീധരനെ വിട്ടിട്ട് പോയി. 2 വർഷമായിരുന്നു.
ബന്ധുക്കളൊക്കെ കല്യാണത്തിന് നിർബന്ധിക്കുന്നെങ്കിലും അവന് ലക്ഷ്മിയുടെ സ്ഥാനത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. ശ്രീധരനെ കണ്ടപാടെ ബാലൻ അവനെ മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. കൃഷിയൊക്കെ നഷ്ടത്തിലായ കാരണം ആകെ പരുങ്ങലിലായിരുന്നു ശ്രീധരൻ. ബാലൻ അവനെ തന്നോടൊപ്പം കൂട്ടാൻ നിർബന്ധിച്ചു. ഹോട്ടലിൻ്റെ കാരും ഫിനാൻസും ഒക്കെ ആയപ്പോൾ ബാലന് തിരക്ക് കൂടുതലാണ്. ശൈലജ ഇനി ഒന്നിനും ആശ്രയിക്കാൻ കഴിയില്ല. ഗർഭത്തിൻ്റെ ആലസ്യവും ആദ്യയുടെ കാര്യങ്ങളൊക്കെയായി പൂർണ്ണമായും ഒരു വീട്ടമ്മയായി മാറിയിരുന്നു അവൾ. ഷീലയും സുലവും ശൈലജയും കൂടി ഗർഭാവസ്ഥകളുടെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പപ്പൻ അവിടേക്ക് വന്ന് അവളോട് കണ്ണ് കാണിച്ചു. കുറച്ച് നിമിഷം കഴിഞ്ഞതും ശൈലജയ്ക്ക് വൊമിറ്റിംഗ് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അവൾ പുറത്തേക്ക് നടന്നു. അതിനിടയിൽ ഒരു കൈ വന്ന് അവളെ ചേർത്ത് പിടിച്ച് വാതിലിൻ്റെ മറവിൽ നിർത്തി. എന്താ പപ്പ ഇത്? ഇത് എത്രമാത്രം അപകടം പിടിച്ചതാണ് ഈ നിൽപ്പെന്നറിയില്ലേ? ഇത്രയും നാൾ ചെയ്തതൊക്കെയും വെള്ളത്തിൽ വരച്ച വര പോലെയാകും. അറിയടി, പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തൊടാനൊരു പൂതി. സാരി വകഞ്ഞു മാറ്റി അവിടേക്ക് കൈവച്ചു പപ്പൻ. ആദ്യമായിട്ടാണ് തൻ്റെ കുഞ്ഞിനെ തൊടുന്നത്. എന്തോ ശൈലജയ്ക്ക് അവനെ എതിർക്കാൻ തോന്നിയില്ല. പ്രസവം കഴിയുന്നതുവരെയും കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത് പപ്പ. എല്ലാം പെർഫെക്റ്റായി നടക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഇല്ലെന്ന് പറഞ്ഞ് പപ്പൻ അവളുടെ ചുണ്ടുകളെ നോർമയായി ഒന്ന് നുണഞ്ഞ് അവളിൽ നിന്നും മാറി. ശൈലജയ്ക്കും ദേഹമാകെ കോരിത്തരിച്ചു. പക്ഷെ വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവൾ വെറുതെ പുറത്തിറങ്ങി തെങ്ങും ചുവട്ടിൽ ചെന്നു നിന്നു. ഛർദ്ദിച്ചു എന്ന വ്യാജേന മുഖവും കഴുകി വീടിൻ്റെ മുന്നിലേക്ക് ചെന്നു. ശ്രീധരനും ബാലനും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് വെറുതെ നോക്കി നിന്നു. അവൾക്ക് ലക്ഷ്മിയെ ഓർമ്മ വന്നു. 2 പുരുഷന്മാർ, ജീവിതവും പ്രണയവും അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ. രണ്ടിൽ ആർക്കും അവളുടെ ഒപ്പം കൊതി തീരെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അവൾ പുച്ഛത്തോടെ അകത്തേക്ക് പോയി. കുട്ടികൾ എവിടെ സുലു? മയക്കം വിട്ട് ഉണർന്നതും ശൈലജ സുലോചനയോട് ചോദിച്ചു. ഓഫീസിൽ പോയി ശൈലു. ബോഡി മീറ്റിംഗ് വെക്കണമെന്നും രേണുവിനെ കൂടി മെമ്പറാക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. സുലു ആവേശത്തോടെ പറഞ്ഞു. ശൈലജ മൂളി കേട്ടു. ഇന്നലെ ആദ്യം എനിക്കും നിനക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന വല്ല സംരംഭവും നോക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. ആണോ? എന്നാൽ അത് നല്ല കാര്യമാണ്. അതിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് പുറത്തൊക്കെ ആരെയും പേടിക്കാതെ ഇറങ്ങാം. ഇത്രയും വർഷമായിട്ടും ഫാർമസിയുടെ കാര്യങ്ങൾ ഒളിപ്പിച്ചും പാത്തും ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഇനിയിപ്പോൾ നേരിട്ടിറങ്ങാമല്ലോ. അതിനും ശൈലജ മൂളി. നിനക്കെന്താ ശൈലു ഒരു തണുപ്പ മട്ട്? അവരുടെ പ്രതികരണം കണ്ടതും സുലു ചോദിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സുലു എനിക്ക്. നമ്മുടെ കൂടെ ഉള്ളവർക്കെല്ലാം ഓരോരോ ദുരന്തങ്ങൾ. പപ്പൻ, ദീപ്തി, ഒടുവിൽ ദേവ്. എന്തോ ഒരു നെഗറ്റീവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. തളർന്ന സ്വരത്തിൽ ശൈലജ പറഞ്ഞു. ദീപ്തിയുടെ പേര് കേട്ടതും സുലുവിൻ്റെ മുഖം വിളറി. എന്ത് നെഗറ്റീവ്? അപകടം വരുന്നത് നമ്മളോട് പറഞ്ഞിട്ടാണോ? നമ്മളല്ലാതെ മറ്റാർക്കും ഒന്നിനെക്കുറിച്ചും ഒരു കാര്യവും അറിയില്ല. ചുമ്മാ ഓരോന്ന് ആലോചിച്ച് അസുഖം വരുത്തി വയ്ക്കരുത് ശൈലു. പപ്പേട്ടനും ദീപ്തിക്കും ദേവിനുമൊക്കെ സംഭവിച്ചത് വിധിയാണ്. എന്തെങ്കിലും സംശയമുള്ള കാര്യമാണെങ്കിൽ ശശിക്ക് ആദ്യമേ അപകടം മണക്കില്ലേ? അവർ വെറുതെ ശൈലജയുടെ ശ്രദ്ധ മാറ്റാൻ എന്നോണം പറഞ്ഞു. എനിക്ക് പപ്പൻ്റെയും ദേവൻ്റെയും കാര്യത്തിൽ അത്രയധികം പൊരുത്തക്കേടൊന്നും തോന്നുന്നില്ല. പക്ഷെ ദീപ്തി, അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയും. അതാ. ശൈലജ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയൊന്നും ഇല്ല ശൈലു. നീ വെറുതെ ഓർത്ത് ടെൻഷൻ ആകുന്നതാ. ആദ്യം ആരോഗ്യത്തോടെ ഇരിക്ക്. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇവിടുത്തെ ഫുഡൊക്കെ കണക്കാ. ഹോസ്പിറ്റലിൻ്റെ പുറത്തു നിന്നും വാങ്ങാം. സുലി എഴുന്നേറ്റ് പുറത്തു പോയതും ശൈലജയുടെ മനസ്സ് ഓരോ കാര്യങ്ങളിൽ കുരുങ്ങിക്കിടന്നു. അന്ന് രേണുവിനെ ജയിലിൽ നിന്നും ഇറക്കണമെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ പപ്പനെ ഓർത്തു ശൈലജ. CCTV ഉള്ളതുകൊണ്ട് പരിചയഭാവം ഒന്നും കാണിച്ചില്ല എങ്കിലും പപ്പനെ താൻ രഹസ്യ നമ്പറിൽ നിന്ന് വിളിച്ചു ആശ്വസിപ്പിച്ചിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന സംഭവങ്ങളിൽ ഒന്ന് അമ്പരന്നു പോയിരുന്നു. എന്നാൽ ഈ കാരണം വെച്ച് തന്നെ രേണുവിനെയും ആദിയെയും കല്യാണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് താൻ പറഞ്ഞു. എങ്കിലും പപ്പൻ ഭയങ്കര ടെൻഷനായിരുന്നു. ആ പോയതിൽ അപകടം പറ്റിയെന്ന് വിചാരിക്കാം. പിന്നെ ദേവിൻ്റെ കാര്യം, അതും ഓർത്ത് ശൈലജയ്ക്ക് മനസ്സ് വിങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മയെയും ശ്രീമാമനെയും കണ്ടതുകൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം പോയി എന്ന് വിചാരിക്കാം. പക്ഷെ ദീപ്തിയോ? എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും പപ്പൻ്റെയും ദേവിൻ്റെയും അപകടവും ദീപ്തിയുടെ അപകടവും ഒക്കെ ഒന്ന് അന്വേഷിക്കണം, അവർ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുകയായിരുന്നു. സുലുവിനും ഉറപ്പായിരുന്നു ആരോ ഒരാൾ തങ്ങളുടെ പിന്നിലുണ്ട് എന്ന്. എല്ലാം അറിയുന്ന ആരോ. ചിലപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾ. തനിക്ക് വന്ന കത്തും ഫോട്ടോസും ഓർത്തു അവർ. മുൻപായിരുന്നെങ്കിൽ ശൈലജയോട് ധൈര്യമായി പറയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദീപ്തിയുടെ ജീവൻ എടുത്തതിന് ശേഷം ആ കാര്യം വിശ്വസിച്ച് കൂടെയുള്ളവരോട് ആരോടും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടന്നു സുലു.
ദേവ് ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേ ലക്ഷ്മിയുടെ അമ്മ മരിച്ചു. അതോടെ സാവിത്രി അമ്മയും ഒറ്റപ്പെട്ടു. പ്രഷർ കൂടി തളർന്നു വീണ സാവിത്രി അമ്മയും അധികം ജീവിച്ചില്ല. 1 വർഷം കിടപ്പിലായിരുന്നു. പിന്നെ അവരും മരിച്ചു. ആ സമയമൊക്കെയും ശൈലജയായിരുന്നു അവിടെ കാര്യങ്ങൾ നോക്കിയത്. പുറത്തു നിന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണിൽ അവളുടെ മനസ്സിൽ ഇത്രത്തോളം പിശാചുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ബാലൻ്റെ ഒപ്പം ചേർന്നു. കൃഷിയൊക്കെ നഷ്ടം വന്നു ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു മാറ്റമാവട്ടെ എന്ന് ചിന്തിച്ചു. അത് പക്ഷേ ഒരു സുഹൃത്തു ബന്ധമായി വളരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ബാലനെപ്പറ്റി കൂടുതൽ അറിയുന്തോറും ലക്ഷ്മിക്ക് എന്നേക്കാളേറെ ചേരുന്നത് അവനാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു. അത്രയ്ക്ക് പാവമായിരുന്നു ബാലൻ. മുൻകോപം ഉണ്ടെങ്കിലും പെട്ടെന്ന് തണുക്കും. സ്നേഹിക്കുന്നവർക്കും ഒപ്പമുള്ളവർക്കും വേണ്ടി എന്തും ചെയ്യും അവൻ. ശ്രീധരൻ്റെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞു. ബാലമാമയുടെ മരണം വരെയും ആ സ്ത്രീയുടെ മുഖംമൂടി അഴിഞ്ഞു വീണില്ലല്ലോ. എപ്പോഴാണ് ശ്രീമാമന് അവർ സംശയം തോന്നിയത്? ഗീതു അയാളോട് ചോദിച്ചു. പഠിച്ച കള്ളി എന്ന് പോലും പറയാൻ കഴിയില്ല ശൈലജയെ. കള്ളത്തരം കാണിക്കുന്നവരൊക്കെ അവരുടെ ലൈഫ് അടിപൊളിയാക്കാനും മറ്റുമല്ലേ നോക്കൂ. പക്ഷേ ശൈലജ അങ്ങനെയുള്ള ആഡംബര ജീവിതം മാത്രമല്ല ഇഷ്ടപ്പെട്ടിരുന്നത്. അവളുടെ മകനും അടുത്ത തലമുറ വരെയും സുഖമായി ജീവിക്കണമെന്നുള്ള പ്ലാനായിരുന്നു അവളുടെ. ബാലൻ ശൈലജയെ സ്നേഹിച്ചില്ല. പക്ഷേ അവളുടെ ആവശ്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കും. വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവൻ ഒരുപാട് വാങ്ങിക്കൊടുക്കും. സ്നേഹമല്ല, ഒരുമാതിരി കുറ്റബോധം നിഴലിക്കുന്ന നോട്ടവും ഭാവവും കാണുമ്പോഴൊക്കെയും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ബാലനോട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെ ഒരു ദിവസം എന്നോട് സങ്കടം പറഞ്ഞു അവൻ. ഒരു കൈയബദ്ധം പറ്റിയതാണ് ശൈലജയുടെ കാര്യത്തിലെന്ന്. അതുകൊണ്ട് തന്നെ അവളോടുള്ള ആ ഒരു കുറ്റബോധം കാരണമാണ് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി നൽകുന്നതെന്ന്. പക്ഷേ ദേവിനോട് ബാലൻ നല്ല സ്നേഹത്തിലായിരുന്നു. എനിക്ക് ശൈലജയോടും ബാലനോടും പാവം തോന്നിയിരുന്നു. ദേവ് കൂടി സ്കൂളിൽ പോയി തുടങ്ങിയത് ശേഷമാണ് ശൈലജ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. അപ്പോഴേക്കും പപ്പൻ ദൂരെ സ്ഥലം മാറ്റം കിട്ടിപ്പോയി. ഷീലയുടെ ഭർത്താവ് മരിച്ചതോടെ അവൾ ജോലി തേടിപ്പോയി. ശശി MP ആയി. അടുത്ത ഇലക്ഷൻ ജയിച്ചാൽ അവന് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നായി. എല്ലാവരും പലയിടത്തായി. അതോടെ സുഹൃത്ത് ബന്ധമൊക്കെ പോയി. ഓരോരോ തിരക്കുകളിലും ഉത്തരവാദിത്തങ്ങളിലുമായി ജീവിതം. ഫിനാൻസ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബാലൻ പൂർണ്ണമായും ശൈലജയെ ഏൽപ്പിച്ചു. അവൾ നല്ലൊരു കുടുംബിനിയായും ബിസിനസ്സുകാരിയായും ഒക്കെ തകർത്തു. ഷീല നാട്ടിൽ വന്നപ്പോൾ ശൈലജ അവളെയും ഒപ്പം കൂട്ടി. ദീപ്തിയുടെ പഠന ചെലവുകളും മറ്റും ബാലൻ ഏറ്റെടുത്തു. അതിനിടയിൽ ശൈലജ മറന്നുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. ദേവിൻ്റെ മനസ്സിൽ വിഷവിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നത്. ബാലൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ആദ്യം കണക്കറ്റ് സ്നേഹിച്ചു. ഇതൊക്കെ ദേവിൻ്റെ മനസ്സിൽ കരട് വീഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫിനാൻസിൽ നിന്നും ശൈലജ തിരിമറി നടത്തി തുടങ്ങി. പക്ഷെ അത്ര വലിയ രീതിയിലൊന്നും പറ്റില്ല. കണക്ക് വയ്ക്കാത്ത ചില ഇടപാടുകൾ, കൂടിയ പലിശയ്ക്ക് പണം കൊടുക്കൽ, അങ്ങനെ ചില കാര്യങ്ങൾ ബാലൻ അറിയാതെ അവൾ ചെയ്തു. പിന്നെ ശൈലജ പ്രോപ്പർട്ടി വാങ്ങും. ബാലനെ കൊണ്ട് നിർബന്ധിച്ച് സ്ഥലങ്ങൾ വാങ്ങിയിടും. എല്ലാം ആദിയുടെ പേരിലായതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല. ആദിക്ക് ദേവിനോട് നല്ല സ്നേഹമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ആദി വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. പക്ഷെ +2 കാലമൊക്കെ ആയപ്പോൾ ഉഴപ്പ് തുടങ്ങി. എന്നാൽ അവനെ വഴക്ക് പറയാൻ ശൈലജ സമ്മതിക്കില്ല. ആ സമയത്ത് തന്നെ പപ്പനും തിരികെ വന്നു. അവൻ്റെ തറവാട് വിറ്റ വീതം കിട്ടിയ കാശിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ തുടങ്ങി. ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും പഴയ സൗഹൃദം ഒന്നുമില്ല ആർക്കും. ശൈലജയും ഷീലയും മാത്രം സൗഹൃദത്തോടെ മുന്നോട്ട് പോയി. കോളേജ് ആയതോടെ ആദ്യം ഭയങ്കര പ്രശ്നക്കാരനായി തുടങ്ങി. ബാലനെന്നും അവൻ ഉണ്ടാക്കി വയ്ക്കുന്ന തലവേദനകൾ ഇല്ലാതാക്കാനായി പ്രധാന പരിപാടി. ബാലൻ്റെ സുഹൃത്തിൻ്റെ മകളുമായുള്ള പ്രണയബന്ധവും ഒക്കെയായി ആദ്യം മാറിപ്പോയപ്പോൾ ഇവൻ എങ്ങനെ ബിസിനസ് ഏറ്റെടുക്കുമെന്ന് ബാലൻ ആദ്യമായി. ഓരോരോ അസുഖങ്ങൾ തുടങ്ങി. എന്നും ആരെങ്കിലുമായി ആദ്യം അടി ഉണ്ടാക്കും. കോംപ്രമൈസിന് പിന്നാലെ പോയി ബാലൻ മടുത്തതോടെ പിന്നെ ഞാനായി അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ തീർക്കുന്നത്. ബാലമാമൻ്റെ മരണം ആനന് ചെറിയ സംശയം തോന്നി തുടങ്ങി. അതും കൊലപാതകം തന്നെയാണ്. ആ സമയത്ത് ശ്രീമാമ ഇല്ലായിരുന്നോ? ഇല്ല. അയാളുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു. വർഷങ്ങൾ കൊണ്ട് ശൈലജ എനിക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. അറിയാതെ ഞാൻ അതിൽ കുടുങ്ങിപ്പോയി. ആദ്യം സഹതാപം തോന്നിയതാണ്. പിന്നെ അവൾ എന്നോട് സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. ഒടുവിൽ അതൊരു വലിയ തെറ്റിലേക്ക് നീങ്ങി. ശ്രീധരൻ്റെ വാക്കുകൾക്കായി കാതോർത്ത് ആര്യനും ഗീതവും രേണുവും. ഷീല ഒഴികെ മറ്റാരോടും പഴയതുപോലെ വലിയ സൗഹൃദം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശൈലജയുമായി പഴയതുപോലെ തന്നെ ഞാൻ സൗഹൃദം ഇടപെട്ടു. പണ്ടത്തേക്കാൾ അധികം സൗഹൃദം ദൃഢമായി. ബാലൻ അവളോടുള്ള സമീപനം എനിക്ക് നന്നായി അറിയാമായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെയും അതും പറഞ്ഞ് ശൈലജ സങ്കടപ്പെടുമായിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ അരുതാത്തത് സംഭവിച്ചു. ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയെ കിട്ടാതെ ആകെ വിഷമിച്ചു നടക്കുന്ന സമയം. അവനെ ബാംഗ്ലൂർ ആക്കി ബാലൻ.
കുറച്ച് ദിവസം അവൻ്റെ ഒപ്പം നിൽക്കാനായി പോയി. ദേവാണെങ്കിൽ കോളേജും ഫ്രണ്ട്സും ഒക്കെയായി നടന്നു. ശൈലജ ആകെ ഒറ്റപ്പെട്ട അവസ്ഥ. ദേവ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് അറിയാതെ പറ്റിയൊരബദ്ധം. എനിക്കത് ഒരു നിമിഷത്തെ നിയന്ത്രണം തെറ്റിയ അവസ്ഥയായിരുന്നു. എന്നാൽ ശൈലജയ്ക്ക് അത് ലക്ഷ്മിയെ മോഹിച്ച ഒരുത്തനെ കൂടെ വെട്ടിയാക്കിയെന്ന ഭാവവും. അത് കുറെ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. ശ്രീധരൻ നെടുവീർപ്പിട്ടു. ഒരു കാര്യകാരണവും പറഞ്ഞ് പറ്റിയ അബദ്ധം ന്യായീകരിക്കാൻ എനിക്ക് തോന്നിയില്ല. പാപമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാലനെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ബാലൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. അവർ ഭാര്യാഭർത്താക്കന്മാരാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൻ്റെ മുന്നിൽ വെച്ച് പഴയ സ്വാതന്ത്ര്യത്തോടെ ശൈലജയോട് ഇടപെടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഒരു നിമിഷം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതോർത്ത് കുറ്റബോധം കൊണ്ട് നീറി ഞാൻ. ശൈലജ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. പക്ഷെ അതൊന്നും വിചാരിച്ച് എൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടം വിട്ടുപോയി എന്നേക്കുമായി. ആ സമയത്ത് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് മാറി നിന്ന് ആയുർവേദമൊക്കെയായി പോകാമെന്നും പറഞ്ഞ് ഞാൻ ബാലനോട്. അവന് വേണ്ടി ഓടി നടന്ന് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു എന്നൊരു ബോധം അവനുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നു ഞാൻ. പിന്നീട് ബാലൻ്റെ കൂടെ ആയപ്പോൾ സത്യമായും ഞാൻ മറ്റാരെക്കാളും ബാലനെ വിശ്വസിച്ചു. അവൻ എന്നെയും. അങ്ങനെയുള്ള അവനോട് ദ്രോഹം ചെയ്തു ഞാൻ. എന്നിട്ടും ഒരു തവണ പോലും സംശയത്തിൻ്റെ മുനയോടെ ബാലൻ എന്നെ നോക്കിയില്ല. ശൈലജയെയും അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ബാലന്. ആദിയുടെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടും അവൾ. ദേവിൻ്റെ പേരിൽ ബാലൻ എന്തെങ്കിലും വാങ്ങിയാലായി. രണ്ട് മക്കളും തമ്മിൽ ഒരു വേർതിരിവ് വരാതിരിക്കാൻ വേണ്ടി ബാലൻ രണ്ടു പേർക്കും തുല്യമായി സ്വത്തുക്കൾ ഉണ്ടാക്കി. പക്ഷേ ശൈലജ ആദിക്കാരനു കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതൊക്കെ അവളുടെ മനസ്സിലെ നന്മയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ നാട്ടിലേക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് ഭേദമായപ്പോൾ ഇനി വിശ്രമ ജീവിതം മതിയെന്ന് പറഞ്ഞ് വീണ്ടും കൃഷിയിലേക്ക് തിരിഞ്ഞു. ബാലന് വിഷമമായെങ്കിലും എൻ്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. ശൈലജ എന്നെ കാണാനായി വന്നു. എല്ലാം മറന്ന് തിരികെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ അത് എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ വന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ആദിയുടെ പഠിത്തം തീരാറായി. ബിസിനസ്സൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ബാലൻ പറയും. ഗവൺമെൻറ് കീഴിൽ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യാൻ ബാലൻ തീരുമാനിച്ചു. അവൻ്റെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഓടി നടന്നു ബാലൻ. എപ്പോൾ വിളിച്ചാലും ടെൻഷൻ. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റത് ശശി വിളിച്ചിട്ടാണ്. ബാലനെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന്. ഓടിപ്പിടിഞ്ഞ് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ടെൻഷൻ അടിച്ച് ആരോഗ്യം നോക്കാതെ ഓടി നടന്ന ബാലനെ പറ്റി ശൈലജ വിളിച്ചു പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആകെ തകർന്നു പോയിരുന്നു. ബാലൻ ഇല്ലാതായതോടെ ആ ടെൻഡർ വേറെ ഗ്രൂപ്പുകാർ കൊണ്ടുപോയി. ശ്രീമാമനും ഒട്ടും പിടികിട്ടിയില്ലേ അതൊരു കൊലപാതകമാണെന്നും രേണു ചോദിച്ചു. ഇല്ല, ആരോടും സംശയം തോന്നേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ആരോഗ്യം നോക്കാതെ ബാലൻ ഓടി നടക്കുന്നത് എത്ര തവണ ഞാൻ ശാസിച്ചിട്ടുണ്ട്. ആദ്യം പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ അവനെ എല്ലാം ഏൽപ്പിച്ച് റിട്ടയർമെൻറ്റ് ജീവിതം സ്വപ്നം കണ്ടവനാ. ദേവ് എന്തിനാ ഇങ്ങനെ ഒരു സാഹസം ചെയ്യാൻ തുനിഞ്ഞത്? ബാലൻ മാമയ്ക്ക് ആദ്യം ദേവും ഒരുപോലെ ആയിരുന്നില്ലേ? ആയിരുന്നു. പക്ഷേ ബാലൻ്റെ വിൽപാത്രം, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. 2 അമ്മമാരുടെ കുട്ടികളാണ് ദേവും ആദിയും. രണ്ടും നല്ല സ്നേഹത്തോടെ കഴിയുന്നത് എന്നാണ് ബാലൻ്റെ വിശ്വാസമെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ലല്ലോ. ഭാവിയിൽ ബാലൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് മക്കൾ കുടുംബമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് അവന് തോന്നി. സ്വത്തുക്കൾ പകുതി വീതം ഭാഗിച്ചു. ആദിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആദിയുടെ സ്വത്തുക്കൾ കുഞ്ഞിന് ആണ് അവകാശം എന്നും എഴുതി ചേർത്തു. അഥവാ കുഞ്ഞുങ്ങൾ ഇല്ല എങ്കിൽ ആ സ്വത്തുക്കൾ ട്രസ്റ്റിന് പോകും. തിരികെ ദേവിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് തീരുമാനം. എന്നാൽ ശൈലജ ദേവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ബാലൻ്റെ സ്വത്തുക്കൾ പൂർണ്ണമായും ആദിക്കാണ് അവകാശം എന്ന് അവൾ വരുത്തി തീർത്തു. അതോടെ ദേവ് ബാലന് നേരെ തിരിഞ്ഞു. ഇത്രയും നാൾ സപ്പോർട്ടായിരുന്ന അച്ഛനെ ഒഴിവാക്കാൻ എന്തിനാണ് അവർ പ്ലാൻ ചെയ്തത്? ഫിനാൻസ് എല്ലാം അവരല്ലേ നോക്കുന്നത്. അതിൽ തന്നെ വെട്ടിപ്പ് നടത്തുന്നുണ്ടായിരുന്നില്ലേ? പിന്നെന്തിനാ അച്ഛനോട് ഇങ്ങനെ ചെയ്തത്? എല്ലാം കേട്ടിരുന്ന രേണു സംശയത്തോടെ ചോദിച്ചു. ശശിയുടെ ബിനാമി പേരിൽ നടക്കുന്ന ബിസിനസ്സുകളിൽ പപ്പനും ശൈലജയും സുലവും ഷീലയും ഒക്കെ പങ്കാളികളാണ്. പിന്നെ ഫിനാൻസിൽ നിന്നുള്ള അല്ലറ ചില്ലറ തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ കാര്യമായി ഒന്നും തടയുന്നില്ലായിരുന്നു ശൈലജയ്ക്ക്. രാജ്ഞിയെ പോലെയുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ട ശൈലജ ആകെ നിരാശയിലായിരുന്നു. ബാലനെ മാറ്റി എടുക്കാമെന്നുള്ള പദ്ധതിയും പാളി. ദേവിൻ്റെ മനസ്സിൽ ആദിയോടും ബാലനോടുമുള്ള ദേഷ്യം ശൈലജ മനസ്സിലാക്കി. അങ്ങനെയാണ് ദീപ്തിയെ കൂട്ടിപ്പിടിച്ച് ബാലനെ അവസാനിപ്പിക്കാൻ ശൈലജ തീരുമാനിച്ചത്. പിന്നെ ആദിയുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ, അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ശശിയുടെ മരുമകൻ്റെ ഹോസ്പിറ്റലിലാണ് വർഷങ്ങളായി ചികിത്സ ചെയ്യുന്നത്. നെഞ്ചുവേദന വരാൻ വേണ്ടി ഏതോ ഡ്രഗ് ബാലന് കൊടുപ്പിച്ചു.
ഹോസ്പിറ്റലിലെത്തി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ വെച്ചാണ് ബാലനെ കൊന്നത്. മരിക്കുന്നത് വരെയും ദേവിൻ്റെ വിചാരം അവനാണ് അച്ഛനെ കൊന്നത് എന്നാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ ശൈലജയുടെ പ്ലാൻ ആരും അറിഞ്ഞില്ല. അതിനുശേഷം ശൈലജ ശശിയുടെ ഫാർമസിയിൽ മെയിൻ പങ്കാളിയായി. ഇനി കുഞ്ഞുണ്ടായാൽ ആദ്യ കൂടി നശിപ്പിച്ചു കളഞ്ഞാൽ ശൈലജയുടെ ഭരണമായിരിക്കും. രേണുക ആദിയുടെ കയ്യിൽ പിടിച്ചു. നേരത്തെ കേട്ടതാണെങ്കിലും അവളുടെ ഉള്ളമൊന്ന് കിടുങ്ങി. ശ്രീമാമൻ എപ്പോഴാണ് സംശയം തോന്നിയത്? എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? ആര്യൻ ചോദിച്ചു. ബാലൻ മരിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞു. ആദി പഠിപ്പ് കഴിഞ്ഞു വന്നു. ശൈലജ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മാറ്റമാണ് ആദിക്ക് വന്നത്. അതുവരെയും ബിസിനസ്സുകാരൻ പറയുമ്പോൾ ഉഴപ്പി നടന്നവൻ ബാലൻ പോയതിനു ശേഷം വല്ലാത്ത പക്വത കാണിച്ചു. അവൻ ഒന്ന് പഠിച്ച് ശരിയായി വരുന്നത് വരെയും കൂടെ നിൽക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. ബാലനെ പോലെ ഫിനാൻസ് കാര്യങ്ങളിൽ അവനും കൈ കടത്തിയില്ല. അച്ഛൻ്റെ നഷ്ടപ്പെട്ട സ്വപ്നം നടത്തണമെന്ന് അവന് വാശിയായിരുന്നു. ഞാനും ഒപ്പം നിന്നു. ഒരിക്കൽ യാദൃശ്ചികമായി ദീപ്തിയെ ഞാൻ കണ്ടു. ശശിയുടെ ഒരു പഴയ ഗോഡൗൺ ഉണ്ട്. പണ്ട് ഞങ്ങൾ അവിടെ കൂടുമായിരുന്നു. ബാലൻ അവിടെ അടുത്തായി ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പാതി വഴിയിൽ പണി തീർത്ത സോമൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ്. കാട് പിടിച്ചു കിടക്കുന്ന ഇടമാണത്. എന്തോ ലോൺ സംബന്ധിതമായി ബാങ്ക് ഏറ്റെടുത്ത് ലേലം ചെയ്തപ്പോൾ ബാലൻ അത് വാങ്ങി. അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് ഇവിടെയും കയറിയത്. അവിടെ അവൻ്റെ ഒപ്പം കൂടെ കാണാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ദീപ്തിയെ കണ്ടു. ഞെട്ടിപ്പോയി ഞാൻ. മകളെപ്പോലെ കാണേണ്ട പെൺകൊച്ചിനെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നു. ദീപ്തിക്ക് അടിയും കൊടുത്ത് ശശിയെയും നല്ല വഴക്ക് പറഞ്ഞു. ഇത് തുടർന്നാൽ ഞാൻ ഷീലയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദീപ്തി പേടിച്ച് അവിടെ നിന്നു പോയി. അവൾ കാശിനു വേണ്ടി അങ്ങോട്ട് ചെന്നതാണെന്ന് എന്നൊക്കെ ശശി പറഞ്ഞു. പണ്ട് ശശിയുടെ ഇലക്ഷൻ സമയത്ത് ബാനർ ഉണ്ടാക്കലും എഴുത്തും വെള്ളമടിയുമായി കിടന്ന സ്ഥലം ഇപ്പോൾ CCTV നിരീക്ഷണത്തിൽ. അന്ന് ഏകദേശം 10 വർഷത്തിനു മുമ്പ് CCTV ഒക്കെ അപൂർവം ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തക്കവണ്ണം സംശയിക്കേണ്ട തരത്തിൽ അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ക്യാമറ വെച്ചിരിക്കുന്നത് കണ്ട് മനസ്സിലൊരു നെഗറ്റീവ് തോന്നി. ബാലൻ്റെ സ്ഥലത്ത് വന്ന് ഞാൻ അവിടെ നിരീക്ഷിക്കാൻ തുടങ്ങി. 2 ദിവസം ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 3-ാമത്തെ ദിവസം അവിടെ ഒരു വണ്ടി വന്ന് നിന്നു. ഒരു ശവം കൊണ്ടുവന്നതായിരുന്നു. അതിൻ്റെ പറമ്പിൽ ഒരാളെ കുഴിച്ചിടുകയും ചെയ്തു. ശശിക്ക് രാഷ്ട്രീയക്കാരൻ്റെ രീതിയിൽ അല്ലറ ചില്ലറ വെട്ടിപ്പും തട്ടിപ്പും ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷെ ഒരാളെ കൊല്ലുക എന്നൊക്കെ തനിക്ക് വിശ്വാസം വന്നില്ല. ലോറിയിൽ എന്തോ വലിയ പെട്ടികളും മറ്റും കൊണ്ടുവരികയും ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ഇരുന്ന് ചെയ്യുന്നതും മറ്റും ഞാൻ കണ്ടുപിടിച്ചു. ആദ്യമൊന്നും മനസ്സിലായില്ല. ശശിയുടെ പിറകെ പോയി. പതിയെ എനിക്കും മനസ്സിലായി. ആരോരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പിച്ചക്കാരെ പിടിച്ചു കൊണ്ടുവന്ന് അവരിൽ എന്തോ മരുന്ന് പരീക്ഷണം നടത്തുന്നതാണെന്ന്. അന്ന് ഇന്നത്തെ പോലെ ഒന്നുമല്ല. റോഡിൽ അലഞ്ഞു തിരിഞ്ഞ ഒരുപാട് പേരുണ്ട്. മരുന്നുകളാണ് അവിടേക്ക് ലോറിയിൽ കൊണ്ടുവരുന്നത്. മാലിന്യം തള്ളലൊക്കെ അവിടെ പതിവായതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ആരും അങ്ങോട്ട് വരികയുമില്ല. വിജനമായ പ്രദേശം. കാര്യം കണ്ടുപിടിച്ചു എന്നല്ലാതെ അതിൻ്റെ പുറകെ പോകേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു ദിവസം യാദൃശ്ചികമായി ശശി ബാലൻ്റെ പ്രോപ്പർട്ടി ചോദിച്ചെന്നും ചെറിയമ്മയ്ക്കും വിൽക്കാൻ താല്പര്യമുണ്ടെന്നും ആദ്യം പറഞ്ഞു. ശൈലജയ്ക്ക് നന്നായി അറിയാം അത് ബാലൻ്റെ ആഗ്രഹമായിരുന്നു. അവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ തൊട്ടടുത്ത 2-3 സ്ഥലങ്ങളും കൂടി വാങ്ങി അവിടേക്കുള്ള റോഡ് മാറ്റിയെടുത്താൽ ആ സ്ഥലത്തിന് പൂർണ്ണമായ പ്രതിച്ഛായ തന്നെ മാറുമെന്ന് ബാലൻ പറയുമായിരുന്നു. എന്നിട്ടും ശൈലജ വിൽക്കാൻ നിർബന്ധിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. പിന്നെ ശശി ഉള്ളിടത്തൊക്കെയും ഉണ്ടാകുന്ന ദീപ്തിയുടെ സാന്നിധ്യം അത് വെറുമൊരു ആയുധമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദീപ്തിയും ശൈലജയും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് ശൈലജ അവളെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ എന്തൊക്കെയോ രഹസ്യ ഇടപാടുകൾ. യാദൃശ്ചികമായി ഞാൻ കാണുന്ന ശശിയുടെയും ദീപ്തിയുടെയും കണ്ടുമുട്ടൽ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഞാൻ അറിയാത്ത എന്തോ എന്ന് ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഉണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് ആദ്യം സഹായിക്കുന്ന മട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാവരെയും നിരീക്ഷിച്ചു. അത്ര പെട്ടെന്ന് സംശയിക്കേണ്ട ഒന്നുമില്ല. രണ്ടാനമ്മ വില്ലത്തിയാകുന്നത് സുപരിചിതമാണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. ആദിയുടെ പേർക്ക് ആണ് മിക്കവാറും സ്വത്തുക്കളൊക്കെയും. ഫിനാൻസിൻ്റെ മറവിലെ തട്ടിപ്പുകൾ ഞാൻ കണ്ടുപിടിച്ചു. അതുവഴി കുറച്ച് കാശൊക്കെ ശൈലജ സമ്പാദിച്ചു കാണുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എന്നാൽ ചില ലക്ഷങ്ങളുടെ വായ്പ എടുത്തവരുടെ പേരിൻ്റെ സ്ഥലത്ത് കണ്ടതൊക്കെ സുലുവിൻ്റെയും പപ്പൻ്റെയും ഷീലയുടെയും ഒക്കെ അച്ഛനമ്മമാരുടെ പേരുകളും ഡീറ്റെയിൽസും. ഇതൊന്നും ആദിക്കറിയാൻ ഒരു വഴിയുമില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ ഇവരുടെയൊക്കെ പുറകെ നടന്നു. ബാലൻ്റെ മരണത്തിൽ എനിക്ക് സംശയം തോന്നിയ നാളുകളായിരുന്നു അത്. പക്ഷേ ലക്ഷ്മിയുടേത് ഒരു കൊലപാതകമാണെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. പപ്പനും സുലുവും ശൈലജയും ഒക്കെ വലിയ അടുപ്പമില്ലെന്ന് പുറമെ കാണിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി.
പപ്പനെ പറ്റി അന്വേഷിച്ചപ്പോൾ തറവാട് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ കാശിന് സ്ഥലം വാങ്ങി വീട് വെച്ചു എന്നാണ് മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നത്. എന്നാൽ കടം കയറി ഒട്ടുമിക്ക സ്വത്തുക്കളും പപ്പൻ്റെ ചെറുതിലെ തന്നെ നശിച്ചു പോയ തറവാടാണ് അവൻ്റേത്. ഏറെ നാളത്തെ അന്വേഷണം കഴിഞ്ഞപ്പോഴും ഇവരൊക്കെ എവിടെ വെച്ചാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച 5 പേരും നടത്തുന്നില്ല. മാസത്തിൽ 2 ദിവസം ശൈലജ ആശ്രമത്തിൽ പോകും. ലക്ഷ്മി മരിച്ചപ്പോൾ ബാലൻ തുടങ്ങിയതാണ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശ്രമത്തിലേക്ക് അശരണർ ആയവരും തൊട്ടടുത്ത് തന്നെ അനാഥരായ കൊച്ചുകുട്ടികൾക്കും വേണ്ടി ഒരു സ്ഥാപനമുണ്ട്. നടത്തിപ്പ് അവകാശം മുഴുവൻ ബാലൻ്റെ ട്രസ്റ്റിന് മാത്രമാണ്. പുറത്തു നിന്നും ഒരു ഫണ്ടോ ഒന്നും സ്വീകരിക്കില്ല. അവിടെ ശൈലജ വർഷങ്ങളായി പോകുന്നത് എനിക്കറിയാം. കുട്ടികളുടെ ഒപ്പം വയസ്സായവരുടെ ഒപ്പവുമൊക്കെ അവരിൽ ഒരാളായി അവരുടെ കാര്യം ചെയ്തു കൊടുക്കുന്ന ശൈലജയുടെ നല്ല മനസ്സിനെ പറ്റി ബാലൻ എപ്പോഴും പറയും. ആ യാത്ര പോകുന്നതിനെ ഞാൻ നോക്കി. ആ സമയങ്ങളിലൊക്കെയും ശശി ഒഴികെ ഈ 4 പേരിൽ ആരെങ്കിലും അവിടെ ഉണ്ടാകും. അവരുടെ പ്ലാനുകൾ സംസാരിക്കും. മറ്റേയാൾ ബാക്കിയുള്ളവരോട് എല്ലാ കാര്യങ്ങളും അറിയിക്കും. ഒരു തരത്തിലും ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഇവരുടെയൊക്കെ കണ്ടുമുട്ടൽ. പക്ഷെ ഇതൊന്നും വെച്ച് ആദിയുടെ മുന്നിൽ അവരെ കൊണ്ടുവരാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായിരുന്നു. ശക്തമായ തെളിവുകൾ വേണം. അതിന് ഇവരിൽ ആരെങ്കിലും വാ തുറന്നു പറയണം. ആരെയും സ്വാധീനിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെയാണ് ശൈലജയുടെ എന്നോടുള്ള സമീപനം താനെ മുതലെടുക്കാമെന്ന് ഞാൻ കരുതി. എന്നാലും അത്ര പെട്ടെന്ന് ശൈലജ എന്നോടൊന്നും പറയില്ല എന്നെനിക്കറിയാമായിരുന്നു. നാളുകളുടെ, ചിലപ്പോൾ മാസങ്ങളുടെ, വർഷങ്ങളുടെ ഒക്കെയോ ക്ഷമ ആവശ്യമായി വരും. ആ സമയത്ത് ആദിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകൾ സദാസമയം ആദിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ആദിയെ വെച്ച് അവരുടെ പ്ലാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല. എൻ്റെ പദ്ധതിയിൽ ഞാൻ ജയിച്ചു. എൻ്റെയും ശൈലജയുടെയും ബന്ധം മറ്റൊരു തലത്തിൽ വളരാൻ തുടങ്ങി. പപ്പനെ പണ്ടത്തെ പോലെ കിട്ടാത്തത് കൊണ്ടായിരിക്കണം ശൈലജ എന്നിൽ അടിമയായി തീർന്നു. എങ്കിലും പരസ്പരമുള്ള വിശ്വാസം അതുണ്ടായില്ല. പക്ഷെ ശൈലജയുടെ ഒരു വീക്ക് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു: മദ്യപാനം. ഒരിക്കലും അവൾ മറ്റുള്ളവരുടെ കമ്പനിയിൽ കുടിക്കാറില്ല. പക്ഷെ ശൈലജ മദ്യപിക്കുകയും ചെയ്യും. അവൾക്ക് മദ്യപിച്ചാൽ സ്വയം നിയന്ത്രണം കിട്ടില്ല. പക്ഷെ മദ്യപിച്ച് അവളോട് ഓരോന്ന് ചോദിച്ചാൽ പിറ്റേന്ന് തന്നെ അവൾക്കെന്നെ സംശയം തോന്നും. സാവകാശം ചെറിയ രീതിയിൽ തുടങ്ങി. അവൾക്ക് എന്നോട് വിശ്വാസം തോന്നാൻ തന്നെ വർഷങ്ങൾ വേണ്ടി വന്നു. ഫിനാൻസിൽ കുറച്ചുകൂടെ വെട്ടിപ്പ് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ശൈലജ എന്നെ വിശ്വസിച്ചു തുടങ്ങി. പതിയെ പതിയെ മദ്യത്തിൻ്റെ പുറത്തും അല്ലാതെയും ശൈലജ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കേൾക്കുന്ന കാര്യങ്ങൾ എന്നെ തകർത്തു കളയാൻ തക്കവണ്ണമുള്ളതായിരുന്നു. ലക്ഷ്മി, ബാലൻ ഇവരെയൊക്കെ കൊന്ന പിശാചിൻ്റെ മുന്നിൽ സ്നേഹവും കാമവും അഭിനയിച്ച് ഞാൻ തളർന്നു. പക്ഷെ ആദ്യമെങ്കിലും അവരുടെ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അവനെ തെളിവുകൾ സഹിതം അറിയിച്ചു. ഒറ്റയടിക്ക് എല്ലാത്തിനെയും തീർക്കേണ്ട എന്നത് ആദിയുടെ നിർദ്ദേശമായിരുന്നു. ഈ 5 പേരും തമ്മിൽ പുറത്ത് പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പപ്പന് ശൈലജയോടുള്ള ബന്ധം സുലുവിന് അറിയില്ല. ശൈലജയുടെ പേരിൽ ശശിക്ക് വേറെയും ബിനാമി ബിസിനസ് ഉള്ളത് ശൈലജയ്ക്ക് അറിയില്ല. ശശിയും ദീപ്തിയും തമ്മിലുള്ള ബന്ധം ഷീലയ്ക്കറിയില്ല. സ്വന്തം മകളെ ശൈലജ ഈ വിധം ഉപയോഗിക്കുന്നുവെന്നും അവൾക്കറിയില്ല. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ തമ്മിൽ ഒരു മഹാഭാരത യുദ്ധം നടത്താൻ തക്ക കാര്യങ്ങളുണ്ട്. അത് തന്നെയായിരുന്നു ആദിയുടെയും ലക്ഷ്യം. ഇപ്പോൾ പപ്പനെ കൊന്നത് ദേവാണ്. ദീപ്തിയെ പീഡിപ്പിച്ചത് ദേവാണ്. ദേവിനെ കൊല്ലാൻ പ്ലാനിട്ടത് ശശിയാണ്. ദീപ്തിയെ കൊന്നത് സുലുവാണ്. ഇനിയും ഇവരെ കൊണ്ട് ചെയ്യാൻ ഒന്നുമില്ല. ഇനി നേരെ പകരം ചോദിക്കൽ മാത്രമാണ്. ചില കണക്കുകൾ അവർ പരസ്പരം തീർത്തോട്ടെ. അതിനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീധരൻ പറഞ്ഞു നിർത്തിയതും അവിടെ മാകെ നിശബ്ദത പടർന്നു.